भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം. വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഭഗവാന്റെ അനൽപമായ കൃപാവിശേഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 637 ദിവസം. ഇന്നലെ നരകാസുരനെ നിഗ്രഹിച്ച കഥ പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. നരകാസുരൻ്റെ ആ കൊട്ടാരത്തിൽ വെച്ച് ഭൂമിദേവി ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടുള്ള രംഗം. ഭൂമിദേവി പറയുന്നു, നമസ്തേ ദേവദേവേശ ശംഖചക്രഗദാധര ഭക്തേക്ഷോപാത്തരൂപായ പരമാത്മൻ നമോസ്തുതേ. ദേവദേവേശ, ദേവന്മാരുടെയും ദേവനായിരിക്കുന്ന ഈശ്വര. ശംഖചക്ര ഗദാധര, ശംഖചക്രം ഗദ എന്നിവ ധരിച്ച തേ നമ, അങ്ങക്ക് നമസ്കാരം. ഹേ പരമാത്മൻ, അവിടുന്ന് പരമാത്മാവായിരിക്കുന്ന അവിടുന്ന് ഭക്തേക്ഷോപാത്തരൂപായ, ഭക്തന്മാരുടെ ഇച്ഛയ്ക്കനുസരിച്ച് അവരുടെ ഇച്ഛാപൂർത്തിക്ക് വേണ്ടി രൂപമെടുക്കുന്ന തേ നമ, അവിടുത്തേക്ക് നമസ്കാരം. സകല ദേവീദേവന്മാരുടെയും ബ്രഹ്മാവിൻ്റെയും മഹാദേവന്റെയും ഒക്കെ ദേവനായിരിക്കുന്ന ഈശ്വര, ശംഖചക്ര ഗദ എന്നിവ ധരിച്ചിരിക്കുന്ന അവിടുത്തേക്ക് നമസ്കാരം. അവിടുന്ന് ഓരോ രൂപങ്ങളും എടുക്കുന്നത് ലോകത്തിൽ ഭക്തന്മാരുടെ ഇച്ഛാപൂർത്തിക്ക് വേണ്ടിയാണ്, അവരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാനാണ്, അവരുടെ അഭീഷ്ട സിദ്ധിക്ക് വേണ്ടിയാണ് ഭഗവാനെ. അങ്ങേക്ക് നമസ്കാരം. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാഘ്രയേ. ഭഗവാന്റെ സ്വരൂപത്തെ താമരയുമായി ബന്ധപ്പെടുത്തി പറയുകയാണ്. അവിടുത്തെ ഹേ നമ പങ്കജനാഭായ, പങ്കജം നാഭിയിലുള്ളവൻ, നാഭീ പങ്കജത്തിൽ നിന്നാണ് ബ്രഹ്മാവുണ്ടായത്. പങ്കജമാലിനെ, താമരമാല ധരിച്ചവനെ. പങ്കജനേത്രായ, താമരപ്പൂവിന്റെ ഇതള് പോലെ നീണ്ടിടംപെട്ട കണ്ണുകളോടുകൂടിയവനെ. നമസ്തേ പങ്കജാഘ്രയേ. തേ നമ, ആർക്കാ? ആ പങ്കജം പോലെ, താമരപ്പൂ പോലെയുള്ള കാലുകളോട് കൂടിയവൻ. പാദാരവിന്ദം എന്ന് പറയാറുണ്ട്. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ വിഷ്ണവേ പുരുഷായ അതിബീജായ
പൂർണ്ണബോധായ തേ നമ. വാസുദേവായ, എല്ലാത്തിനും ആശ്രയമായിരിക്കുന്ന വസുദേവ പുത്രനായിരിക്കുന്ന വിഷ്ണവേ, സർവവ്യാപിയായിരിക്കുന്ന തുഭ്യം നമ, അങ്ങയ്ക്ക് നമസ്കാരം. പുരുഷായ, കാര്യങ്ങൾ ഉണ്ടാകുന്നതിനു മുമ്പ് കാരണമായി നിൽക്കുന്ന ആദിബീജായ, ജഗത് കാരണത്തിനും കാരണമായിരിക്കുന്ന പൂർണ്ണബോധമായിരിക്കുന്ന ജ്ഞാനപരിപൂർണമായിരിക്കുന്ന ഭഗവത്തെ, ഹേ ഭഗവൻ, തേ നമ, അവിടുത്തേക്ക് നമസ്കാരം. ഐശ്വര്യത്തിന് നിദാനമായും എല്ലാവർക്കും ആശ്രയമായും സർവവ്യാപിയുമായിരിക്കുന്ന ഭഗവാനെ, അവിടുത്തേക്ക് നമസ്കാരം. ലോകങ്ങളുടെ സൃഷ്ടിക്ക് സാധനാഭൂതമായ പഞ്ചഭൂതങ്ങളാകുന്ന കാര്യങ്ങളുടെ ഉൽപ്പത്തിക്ക് മുമ്പ് തന്നെയുള്ളതും അതിനൊക്കെ കാരണമായിരിക്കുന്നതും ആയിരിക്കുന്ന സകല കാരണത്തിനും കാരണമായിരിക്കുന്ന പ്രജ്ഞാനഘനസ്വരൂപനായിരിക്കുന്ന നിരതിശയമായ ഐശ്വര്യമുള്ള ഭഗവാനായിരിക്കുന്ന അവിടുത്തേക്ക് നമസ്കാരം. അജായ ജനയിത്രേസ്യ ബ്രഹ്മണേനന്ദശക്തയേ പരാവരാത്മൻ ഭൂതാത്മൻ പരമാത്മൻ നമോസ്തുതേ. പരാവരാത്മൻ, കാരണമായും കാര്യമായും ഇരിക്കുന്നവനെ. ഭൂതാത്മൻ, ഭൂതസ്വരൂപമായിരിക്കുന്നവനെ. പരമാത്മൻ, എല്ലാവരുടെയും ഉള്ളിൽ മിന്നിത്തിളങ്ങുന്നവനെ. അനന്തശക്തയെ, അനന്തമായ, എത്രയാണ് ശക്തി എന്ന് പറഞ്ഞാൽ തീരില്ല, അങ്ങനെയുള്ള അവിടുത്തേക്ക് തേ നമോസ്തു, അവിടുത്തേക്ക് നമസ്കാരം. അങ്ങനെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഏറ്റവും വലുതും ബ്രഹ്മണയെ അസ്യാ ജനയിത്രേ, അതിൻ്റെയൊക്കെ ജനയിതാവുമായിരിക്കുന്ന സൃഷ്ടാവുമായിരിക്കുന്ന അവിടുത്തേക്ക് നമസ്കാരം. ത്വം വൈ സിസൃക്ഷു രജ ഉൽക്കടം പ്രഭോ തമോ നിരോധായ ബിഭർഷ്യ സംവൃത സ്ഥാനായ സത്വം ജഗതോ ജഗത്പതേ കാലപ്രധാനം പുരുഷോ ഭവാൻ പരാ. ജഗത്പതേ, ലോകനാഥ, പ്രഭോ, ത്വം വൈ, അവിടുന്ന് തന്നെയാണ് ജഗതഃ സിസൃക്ഷു, ഈ ലോകത്തിന്റെ സൃഷ്ടിയിൽ ഇച്ഛയോടുകൂടിയിട്ടുള്ളവനായിട്ട് ഉൽക്കടം രജഃ, പ്രവൃദ്ധമായ രജസ്സിനെയും നിരോധായ, നശിപ്പിക്കാനായി തമസ്സിനെയും സ്ഥാനായ, പാലിക്കാനായി സത്വത്തെയും ബിഭർഷി, ഇതിനെയൊക്കെ സ്വീകരിക്കുന്നു. അസംവൃത, മറയ്ക്കപ്പെടാത്ത പുരുഷനായിരിക്കുന്ന പരനായ ഹേ ഭഗവൻ, കാലവും പ്രധാനവും അങ്ങ് തന്നെയാണ്, അവിടുത്തേക്ക് നമസ്കാരം. അവിടുന്ന് സത്വഗുണത്തെ സ്വീകരിക്കുമ്പോൾ ലോകത്തെ രക്ഷിക്കുന്നു. അവിടുന്ന് രജോ ഗുണത്തെ സ്വീകരിക്കുമ്പോൾ ലോകത്തെ സൃഷ്ടിക്കുന്നു. അവിടുന്ന് തമോ ഗുണത്തെ സ്വീകരിക്കുമ്പോൾ ലോകത്തെ സംഹരിക്കുന്നു. അങ്ങനെ ഈ ലോകത്തിൻ്റെ കാലമായും പ്രധാനമായും ജീവനായും, എന്നാൽ ഇവയിൽ അശേഷവും വ്യാപിക്കാതെ മറയ്ക്കപ്പെടാത്തവനായി അതിൻ്റെ എല്ലാത്തിൻ്റെയും ഉള്ളിൽ പരമസ്വരൂപമായി അവിടുന്ന് ഇരിക്കുന്നു. അങ്ങനെയുള്ള അവിടുത്തേക്ക് നമസ്കാരം. അഹം പയോ ജ്യോതിരധാനിലോ നഭോ മാത്രാണി ദേവാമന ഇന്ദ്രിയാണി കർത്താ മഹാനിത്യഖിലം ചരാചരം ത്വയ്യദ്വിതീയേ ഭഗവൻ നയം ഭ്രമ. അഹം, ഞാനാകുന്ന ഭൂമി, പയഃ ജലം, ജ്യോതി അഗ്നി, അനിലഹ വായു, നഭ ആകാശം, മാത്രാണി ശബ്ദാദി വിഷയങ്ങൾ, ദേവാഹ ദേവന്മാര്, മനസ്സ് ഇന്ദ്രിയങ്ങൾ, ആ കർത്താവായ അഹങ്കാരം, മഹത്തത്വമായ ബുദ്ധി, ഇങ്ങനെ അഖിലം ചരാചരം, ഈ ചരാചരം മുഴുവൻ, ചരാചരം ചരം അചരം, ഇതാണ് ചരാചരം. അങ്ങനെയുള്ള ഹേ ഭഗവൻ, ഐശ്വര്യത്തിന്റെ പൂർണ്ണതയായിരിക്കുന്ന ഈശ്വര, അദ്വിതീയേ ത്വയി അയം ഭ്രമ, അന്യമായിട്ടൊന്നുമില്ല അങ്ങയിൽ, അങ്ങ് തന്നെയാണ് ഈ ലോകം മുഴുവൻ. അതിന് വിപരീതമായതോ അത് വെറും ഭ്രമമാണ് എന്ന് പറയുന്നു. അവിടുന്ന് അല്ലാതെ ഈ ലോകത്തിലൊന്നുമില്ല. ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം എന്നിങ്ങനെയുള്ള 5 രൂപത്തിൽ ഭഗവാനെ ആരാധിക്കാറുണ്ട്. അതേപോലെ തന്നെ ജലം, ഭൂമി, വായു, ആകാശം, അഗ്നി, ഇങ്ങനെ ഈ പഞ്ചഭൂതങ്ങളും ശബ്ദാദി വിഷയങ്ങളും ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളും മനസ്സ്, ഇന്ദ്രിയം, അഹങ്കാരം, ബുദ്ധി, ഇങ്ങനെ ഈ ചരാചരം മുഴുവൻ അവിടുന്ന് തന്നെയാണ്.
അങ്ങനെ അവിടെ മുത്തുച്ചിപ്പിയെ കണ്ടിട്ട് വെള്ളി എന്നും കയറിനെ കണ്ടിട്ട് സർപ്പമെന്നും തോന്നാറുണ്ട്. സത്യത്തിൽ അത് ശരിയല്ല. യഥാർത്ഥ ജ്ഞാനമുണ്ടാവുമ്പോ ആ കയറിനെ കൂടാതെ സർപ്പമില്ല, മുത്തുച്ചിപ്പിയല്ലാതെ വെള്ളിയില്ല എന്ന് തോന്നൽ വരും. അങ്ങനെ ഈ പരമാർത്ഥം ധരിക്കുമ്പോ ലോകത്തിൽ അങ്ങല്ലാതെ വേറൊന്നുമില്ല എന്ന ആ ഒരു ഉറപ്പ് ഉണ്ടാവും. അപ്പൊ അങ്ങയുടെ യഥാർത്ഥ തത്വം ലോകത്തിൽ നിന്ന് ഭിന്നമായിരിക്കുന്നു എന്നുള്ളത് അവിടെ സൂചിപ്പിച്ചു. തസ്യാത്മജോയം തവ പാദപങ്കജം ഭീതപ്രപന്നാർത്തിഹരോപസാദിത തത്പാലയൈനം കുരു ഹസ്തപങ്കജം ശിരസ്യ മുഷ്യാഖില കൽമഷാപഹം. പ്രപന്നാർത്തിഹര, ശരണം പ്രാപിക്കുന്നവരെ എന്നും രക്ഷിക്കുന്ന, അവരുടെ ദുഃഖത്തെ ഇല്ലാതെയാക്കുന്ന, അവരുടെ ആർത്തിയെ ഹരിക്കുന്ന. തസ്യ ആത്മജഃ അയം, അവന്റെ പുത്രനായ ഇവൻ. തസ്യ ആത്മജ അയം, ആരുടെ? നരകാസുരന്റെ പുത്രനായിരിക്കുന്ന ഇവൻ. തവ പാദപങ്കജം ഉപാദിതഃ, അവിടുത്തെ ആ പാദാരവിന്ദത്തെ ആശ്രയിക്കുന്നു. തത്, അതുകൊണ്ട് ഏനം പാലയ, ഇവനെ രക്ഷിക്കൂ. അഖില കൽമഷാപഹം, എല്ലാ പാപത്തെയും നശിപ്പിക്കുന്ന ആ ഹസ്തപങ്കജം, അവിടുത്തെ ദിവ്യമായ ആ കയ്യ് ഈ ഉണ്ണിയുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണേ എന്ന് പറയുന്നു. നരകാസുരന്റെ പുത്രനാണ് ഇത്. ഇവന്റെ പേര് ഭഗദത്തൻ എന്നാണ്. ഈ ഭഗദത്തനെ അനുഗ്രഹിക്കണം. പിതൃവധം കണ്ടിട്ട് പേടിച്ചിരിക്കുകയാണ്. അവിടുത്തെ സ്നേഹത്തിന്റെ, സാന്ത്വനത്തിന്റെ ആ തൃക്കൈകൾ ഈ ഉണ്ണിയുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണേ, ഇവന്റെ പാപങ്ങളെ മുഴുവൻ തീർക്കണേ എന്ന് ഭൂമിദേവി പ്രാർത്ഥിക്കുന്നു. ശ്രീശുബ്രഹ്മർഷി പറയുകയാണ്, ഇതി ഭൂമ്യാർത്ഥിതോ വാഗ്ഭിർഭഗവാൻ ഭക്തി നമ്രയാ ദത്വാഭയം ഭൗമഗൃഹം പ്രാവിശൽ സകലർധിമൽ. ഇങ്ങനെ ഭക്തി കൊണ്ട് നമിക്കുന്ന, ഭക്തി നമ്രയാ ഭൂമ്യാ വാഗ്ഭി, ആ ഭൂമിദേയുടെ വാക്കുകളിൽ അർത്ഥിത, ആ പ്രാർത്ഥിക്കപ്പെട്ട ഭഗവാൻ അഭയം ദത്വ, ഭഗദത്തന് അഭയം കൊടുത്തിട്ട് സകലധിമൽ, എല്ലാ സമൃദ്ധിയോടും കൂടിയ ഭൗമഗൃഹത്തിലേക്ക് എത്തിച്ചേർന്നു. ആ നരകാസുരന്റെ രാജധാനിയിലേക്ക് ഭഗദത്തനോടുകൂടി ഭഗവാൻ എത്തിച്ചേർന്നു. തത്ര രാജന്യകന്യാനാം ഷട്സാഹസ്രാധികായുതം ഭൗമാഹൃദാനാം വിക്രമ്യ രാജഭ്യോ ദദൃശേ ഹരി. രാജഭ്യ, രാജാക്കന്മാരിൽ നിന്നും തന്റെ പരാക്രമം കൊണ്ട് ഭൗമൻ അപഹരിച്ച രാജന്യകന്യാനാം, രാജസ്ത്രീകളുടെ ഷട്സഹസ്രാധികായുധം, 16,000-ലധികമുള്ളവരെ ഹരി തത്ര ദദൃശേ, ഭഗവാൻ അവിടെ കണ്ടു. നോക്കൂ, 16,000-ലധികം സ്ത്രീകൾ, 16,100 സ്ത്രീകളാണെന്ന് പുരാണങ്ങളിൽ, രാജസ്ത്രീകൾ എന്നേ പറഞ്ഞുള്ളൂ. അപ്പോ മറ്റു ജാതി സ്ത്രീകളുമുണ്ട് എന്ന് വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ടെങ്കിലും ഇവിടെ രാജകുമാരിമാർ എന്നാണ് പറഞ്ഞത്. ഏതായാലും അവരെ ഭഗവാൻ കണ്ടു. തം പ്രവിഷ്ടം സ്ത്രീയോ വീക്ഷ്യ നരവീരം വിമോഹിത മനസാ വവ്രിരേഭീഷ്ടം പതിം ദൈവോപസാദിതം. പ്രവിഷ്ടം നരവീരം തം വീക്ഷ്യ, അകത്തേക്ക് കടന്നു വരുന്ന ആ നരവീരനായ മനുഷ്യശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാനെ കണ്ടിട്ട് വിമോഹിത സ്ത്രീ, ആ മോഹിതരായി മാറിയ സ്ത്രീകൾ ദൈവോപസാദിതം, ഈശ്വരനാൽ സമീപം എത്തിയ ആ ഭഗവാനെ ഇഷ്ടനായ പതിം, ഭർത്താവായിട്ട് മനസാവവ്രിരെ, മനസ്സുകൊണ്ട് അവരെല്ലാവരും ശ്രീകൃഷ്ണനെ ഭർത്താവായിട്ട് സ്വീകരിച്ചു. അവരൊക്കെ വിചാരിക്കുകയാണ്, ഭൂയാൽപതിരയം മഹ്യം ധാതാ തദനുമോദതാം ഇതി സർവ പൃഥക് കൃഷ്ണേ ഭാവേന ഹൃദയം ദധു. മഹ്യം അയം പതി ഭൂയാൽ, എനിക്ക് ഈ കൃഷ്ണൻ ഭർത്താവായിട്ട് വരണേ. ധാതാ തൽ അനുമോദതാം, ബ്രഹ്മാവ് അതിനെ അനുമോദിക്കട്ടെ. ഇതി സർവാ, എല്ലാവരും പൃഥക് ഭാവേന, വേറെ വേറെ ഭാവം കൊണ്ട് കൃഷ്ണനിൽ ഹൃദയം ദധു, ആ ശ്രീകൃഷ്ണനിൽ ഹൃദയം സമർപ്പിച്ചു. അവരോരോരുത്തരും മോഹിച്ചത് ശ്രീകൃഷ്ണൻ ഭർത്താവായിട്ട് വരണം എന്നാണ്.
യസ്താ പ്രാഹിണോൽദ്വാരവതിം സുമൃഷ്ടവിരജോംബരാ നരയാനേർമഹാകോശാൻ രഥാശ്വാൻ ദ്രവിണം മഹൽ. സുമൃഷ്ടവിരജോംബര, പരിശുദ്ധകളായ നിർമ്മല വസ്ത്രങ്ങൾ ധരിച്ച അവരെ നരയാനൈ, ശിബികകളില് ആ മഞ്ചലുകളിൽ കയറ്റിയിരുത്തി ദ്വാരവതിം പ്രാഹിണോൽ, ദ്വാരകയിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ പറഞ്ഞയച്ചു. മഹാകോശാൻ, വലിയ ഭണ്ഡാരങ്ങള്, രഥാശ്വാൻ, തേരെ കുതിര, മഹത്ത് ദ്രവിണം, വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന മഹത്തായ ധനത്തെയും ഒക്കെ ദ്വാരകയിലേക്ക് പറഞ്ഞയച്ചു അല്ലെങ്കിൽ കൊടുത്തയച്ചു എന്നാണ്. ഡോലി, പല്ലക്ക്, മഞ്ചല് എന്നൊക്കെ പറയും. ഇതിലാണ് അവരെ അതിസുന്ദരികളാക്കി. അവര് വളരെ കാലം ഈ നരകാസുരന്റെ കാരാഗൃഹത്തിൽ കിടന്നതുകൊണ്ട് അവർ വല്ലാതെ മലിനമായിട്ടുണ്ട് അവരുടെ ശരീരം. പക്ഷെ അവരുടെ മനസ്സ് വളരെ ഭംഗിയായി ഭഗവാനിൽ സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ അവര് സ്നാനാദികളൊക്കെ കഴിഞ്ഞ് ഭൃത്യന്മാരോടുകൂടി ദ്വാരകപൂരിയിലേക്ക് എത്തിച്ചു. നരകാസുരൻ പലയിടത്തുനിന്നും കൊണ്ടുവന്ന മഹാധനത്തെയും കൊണ്ടുപോയി. പിന്നെ ഐരാവത കുലേഭാംശ്ച ചതുർദന്താസ്തരസ്വിന പാണ്ഡുരാംശ്ച ചതുഷ്ഷഷ്ടിം പ്രേഷയാമാസ കേശവ. 64 ഐരാവത തുല്യമായിരിക്കുന്ന ആനകളെ, 65 ഉണ്ടായിരുന്നു, ഒന്നിനെ ഭഗതത്തിന് കൊടുത്തു. ബാക്കി 64നെയും ഭഗവാൻ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി. 4 കൊമ്പുള്ള, വേഗമുള്ള, ധവള നിറത്തോടുകൂടിയ, വെളുത്ത നിറത്തോടുകൂടിയ ഐരാവത കുലേഭാൻ, ഐരാവത കുലത്തിൽ ഉത്ഭവിച്ചിട്ടുള്ള ആനകളെയും 64 ഭഗവാൻ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി. പിന്നെയോ ഗത്വാ സുരേന്ദ്രഭവനം, പിന്നെ ദേവേന്ദ്രന്റെ ആ ദേവലോകത്തിലേക്ക് ഭഗവാൻ പോയി. അവിടെ ചെന്നു. അവിടെ അതിഥ്യൈ കുണ്ടലേ ദത്വ, അതിഥിക്ക് കുണ്ടലങ്ങളെ തിരിച്ചു കൊടുത്ത് സഹേന്ദ്രാണ്യ, ഇന്ദ്രാണിയോടുകൂടിയ ത്രിദശേന്ദ്രേണ, ത്രിദശന്മാര് ദേവന്മാര്, അവരുടെ ഇന്ദ്രൻ ദേവേന്ദ്രൻ. ആ ദേവേന്ദ്രനാൽ സപ്രിയ, ഭാര്യാസഹിതനായ ഭഗവാൻ പൂജിതഹാച, വേണ്ട പോലെ പൂജിച്ചു. സത്യഭാമയോടുകൂടിയ സത്യസ്വരൂപനായ ഭഗവാനെ ദേവേന്ദ്രൻ വേണ്ട പോലെ പൂജിച്ചു. അവിടെയും അതെ, ദേവേന്ദ്രനും ഇന്ദ്രാണിയും ചേർന്ന് പൂജിച്ചു. കുണ്ടലങ്ങൾ നരകാസുരം കൊണ്ടുപോയത് തിരിച്ചു കൊടുത്തു. എന്നിട്ടോ ചോദിതോ ഭാര്യയോൽപാട്യ പാരിജാതം ഗരുന്മതി ആരോപ്യസേന്ദ്രാൻ വിബുധാൻ നിർജിത്യോപാനയൽ പുരം. ഭാര്യയാ ചോദിത, സത്യഭാമയാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായി ഭഗവാൻ പാരിജാതം ഉൽപാട്യ, പാരിജാതം കടപുഴക്കിങ്ങെടുത്തു എന്നാണ്. എന്നിട്ട് ഗരുഡനിൽ വെച്ചു. സേന്ദ്രാൻ വിബുധാൻ, ഇന്ദ്രനോടുകൂടിയ ദേവന്മാര് യുദ്ധത്തിന് വന്നു. തേ നിർജിത്യ, അവരെ വിജയിച്ചിട്ട് പുരം ഉപാനയൽ, ദ്വാരകാപുരിയിലേക്ക് തിരിച്ചെത്തിയെന്നാണ്. സത്യഭാമ പാരിജാതത്തിന്റെ ഒരു കൊമ്പാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ ദേവേന്ദ്രൻ കൊടുത്തില്ല. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ആ പാരിജാത വൃക്ഷം ഒരുമിച്ച് കടയോടുകൂടി ആ പിഴുതെടുത്ത് ഗരുഡന്റെ മുകളിൽ വെച്ച് നേരെ ദ്വാരകയിലേക്ക് കൊണ്ടുവന്നു. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് ദേവേന്ദ്രന്റെ ഈ കഥയിലൂടെയും നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാവുന്നു. സ്ഥാപിത സത്യഭാമായ ഗൃഹോദ്യാനോപശോഭന അന്വഗുർഭ്രമരാ സ്വർഗാൽ തദ്ഗന്ധാസവലംബട. സത്യഭാമയുടെ ആ ഗൃഹത്തിലുള്ള ഉദ്യാനത്തെ ശോഭിപ്പിച്ചുകൊണ്ട്, അതിന് വലിയൊരു ആ തേജസ് നൽകിക്കൊണ്ട് സ്ഥാപിക്കപ്പെട്ടു. എന്ത്? ഈ പാരിജാതം. തദ്ഗന്ധാസവലംബട, അതിന്റെ ഗന്ധം, അതിൽ നിന്നുള്ള തേൻ. അതുകൊണ്ട് ഭ്രമരാഹ, വണ്ടുകൾ, സ്വർഗാത് അന്വഗു, സ്വർഗത്തിൽ നിന്ന് ഭഗവാന്റെ കൂടെ ഭൂമിയിലേക്ക് പോന്നു എന്നാണ്. ഭൂലോകത്തിലാണ് ഇപ്പൊ പാരിജാതം. യയാച ആനമ്യ കിരീടകോടിഭി പാദൗ സ്പൃശൻ അച്യുതമർത്ഥ സാധനം സിദ്ധാർത്ഥ ഏതേന വിഗൃഹ്യത്തെ മഹാനഹോ സുരാണാം ച തമോധിഗാഢ്യതാം. കിരീടകോടിഭി, കിരീടത്തിന്റെ അഗ്രങ്ങളെ കൊണ്ട് ആനമ്യ നമസ്കരിച്ചിട്ട്, പാദവും സ്പൃശൻ, പാദത്തിൽ സ്പർശിച്ചിട്ട്, അച്യുതം അർദ്ധസാധനം യയാചേ, അവിടെ ദേവേന്ദ്രൻ ആ കാര്യത്തിന്റെ സാധ്യത്തെ യാചിച്ചു. എങ്ങനെയാ? സാധിച്ച കാര്യത്തോടു കൂടിയിട്ടുള്ള ഇന്ദ്രൻ ഈ ഭഗവാനുമായി യുദ്ധം ചെയ്യുന്നു.
സുരാണാം അജ്ഞാനം അഹോ ആഢ്യത. തീർച്ചയായും വലിയ ആശ്ചര്യം തന്നെയാണ് എന്നാണ്. ഇപ്പൊ നരകാസുരവധം നടത്തിയ ഭഗവാൻ, കാര്യസാധ്യത്തിന് ഭഗവാൻ, ആ കാര്യസാധ്യം നടത്തിയ ഭഗവാനോട് യുദ്ധം ചെയ്ത ദേവേന്ദ്രന്റെ ആ മൂഢതയെ എങ്ങനെയാണ് പറയാൻ സാധിക്കുക എന്ന് ചോദിക്കുകയാണ് ശ്രീ ശിവബ്രഹ്മശ്രീ. ശ്രീമദ് ദോഷം, സത്വഗുണപ്രധാനികളായ ദേവന്മാർക്ക് കൂടി അവിടെ അന്ധകാരം ഉണ്ടാക്കാൻ പാകത്തിനായി ഈ അധികാരം. ഏതായാലും ധനമതം ബാധിക്കാതിരിക്കണമെങ്കിൽ ആ ഭഗവാന്റെ കാരുണ്യം ആവോളം ഉണ്ടാവണം. പിന്നീട് ഭഗവാൻ എന്ത് ചെയ്തു? അധോ മുഹൂർത്ത ഏകസ്മിൻ നാനാകാരേഷു താ സ്ത്രീയ യഥോപയേമേ ഭഗവാൻ താവദ്രൂപധരോവ്യയ. ഭഗവാൻ ആ സ്ത്രീകളെ പല ഗൃഹങ്ങളിൽ വെച്ച് ഏകസ്മിൻ മുഹൂർത്തെ, ഒരേ മുഹൂർത്തത്തിൽ അത്രയും രൂപം ധരിച്ച് അവ്യയനായ നാശരഹിതനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ യഥാ ഉപയമേ, വേണ്ട പോലെ വിവാഹം ചെയ്തു. സീതാസ്വയംവര സമയത്ത് അല്ലെങ്കിൽ രാമാവതാരത്തിൽ സീത കുറച്ചു കാലം രാവണന്റെ അശോകവനികയിൽ കഴിഞ്ഞു എന്നുള്ളതിനെ കുറ്റപ്പെടുത്തിയ ആളുകളാണ് അന്നത്തെ ജനം. അപ്പോ ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരത്തിലെത്തി ആളുകളുടെ സ്വഭാവ ശുദ്ധിയില് വ്യത്യാസം വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അവിടെ ഭഗവാൻ അവരെ മുഴുവൻ, ഇനി ഇവർക്ക് നേരെ ഒരിക്കലും അവരുടെ ചാരിത്രത്തെ കുറിച്ച് സംശയിക്കരുത്, അവരെയൊക്കെ താൻ വിവാഹം കഴിക്കുകയാണ് എന്ന് ഭഗവാൻ തീർച്ചപ്പെടുത്തി. അങ്ങനെയാണ് 16,100 പത്നികളുടെ ഏകവല്ലഭനായി. നേരത്തെ 8 പത്നിമാരെ ഭഗവാന്. ഗൃഹേഷു താസാമനപായ്യതർക്യകൃന്നിരസ്തസാമ്യാതിശയേഷ്വസ്ഥിത രേമേ രമാഭിർനിജകാമ സംപ്ലുതോ യഥേതരോ ഗാർഹകമേധികാംശ്ചരൻ. നിരസ്തസാമ്യാതിശയേഷു, ആർക്കും ഉപമിക്കാൻ കഴിയാത്ത അതിശയമുള്ള താസാം, അവരുടെ ഗൃഹങ്ങളിൽ അനപായി, പിരിയാതിരിക്ക ഭഗവാൻ, അതർക്യങ്ങളെ ചെയ്യുന്നവനായി വസിക്കുന്ന ഗാർഹക മേധികാൻ, ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങളെ ആചരിക്കുന്ന ഇതരഹായഥ, മറ്റ് സാധാരണ ആളുകളെ പോലെ നിജകാമ സംപ്ലുത, തന്റെ കാമത്തിൽ മഗ്നനായിട്ട് രമാഭി ആ സ്ത്രീകളോടുകൂടി, തന്റെ പത്നിമാരോടുകൂടി ഭഗവാൻ ലീലകളാടി എന്ന് പറയുന്നു. എല്ലായിടത്തും 16,108 ഗൃഹങ്ങളിലും ഭഗവാനും ഉണ്ട് എന്നാണ്. സാധാരണ ഒരു മനുഷ്യന് സാധിക്കാത്തതാണ്. അപ്പോ സാധാരണ മനുഷ്യൻ ഇങ്ങനെയാണ് ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിക്കേണ്ടത് എന്ന് കാണിച്ചു തരുന്നു. അവരുടെ ആഗ്രഹങ്ങളെ ഭഗവാൻ സാധിപ്പിക്കുന്നു. ഇദ്ധം രമാപതിമവാപ്യ പതിം സ്ത്രീയസ്താ ബ്രഹ്മാദയോപി ന വിദു പദവിം യദീയാം ഭേജുർമുദാ വിരതമേധിതയാനുരാഗഹാസാവലോക നവസംഗമജൽപലജ. യദീയാം പദവിം ബ്രഹ്മാദയാ അപി, യാതൊരുവനെ സംബന്ധിച്ച് ആ ഭഗവാന്റെ മാർഗത്തെ ബ്രഹ്മാവ് മുതലായവർ അറിയുന്നില്ല. താ സ്ത്രീയ, ആ സ്ത്രീകൾ രമാപതിം ഇദ്ധം പതിം അവാപ്യ, ലക്ഷ്മീകാന്തനായിരിക്കുന്ന ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടിയിട്ട് അവിരതം ഏധിതയ, എപ്പോഴും വർദ്ധിച്ച സന്തോഷത്തോടുകൂടി അനുരാഗഹാസാവലോക നവസംഗമ ജൽപ്പലജ്ജ, അനുരാഗത്തോടുകൂടിയ ചിരി, നോട്ടം, വളരെ പുതുതായിട്ടുള്ള ചേർച്ച, നേരം പോക്ക് പറയൽ, ലജ്ജ, ഇതോടുകൂടി ഭഗവാന്റെ കൂടെ കഴിഞ്ഞു എന്ന് പറയുന്നു. ഇവരുടെ ഭാഗ്യം ബ്രഹ്മരുദ്രാദികൾക്ക് പോലും ലഭിക്കാത്തതാണ്. പ്രത്യുദ്ഗമാസന വരാഹണ പാദശൗചതാംബൂല വിശ്രമണ വീചന ഗന്ധമാല്യൈ കേശപ്രസാര ശയന സ്നപനോപഹാര്യൈർ ദാസീശതാ അപി വിഭോർ വിദധുസ്മദാസ്യം. ദാസീശത, 100 ദാസികളോടുകൂടിയ അവർ പ്രത്യുദ്ഗമാസന വരാർഹണ പാദശൗച താംബൂല വിശ്രമണ വീജന ഗന്ധമാല്യൈ. പ്രത്യുദ്ഗമം ആസനം, വരാർഹണം പാദശൗചം, താംബൂലം വിശ്രമണം, വീജനം ഗന്ധം, മാല്യം ഇതുകൊണ്ടും, അതേപോലെ തന്നെ ശയനം, കേശപ്രസാരം, സ്നപനം, ഉപഹാരങ്ങൾ ഇതുകൊണ്ടും വിഭോ ദാസ്യം വിദധുസ്മ, ആ ഭഗവാന്റെ ദാസ്യപ്രവൃത്തിയെ സ്വീകരിച്ചു എന്നാണ്. ഭഗവാൻ വരുമ്പോ എന്താ ഈ പ്രത്യുദ്ഗമം എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുക.
പിന്നെ ഭഗവാന് സിംഹാസനം കൊടുക്കുക, അർഘ്യാദികളെ സമർപ്പിക്കുക, കാല് കഴുകി കൊടുക്കുക, താമ്പൂലം നൽകുക, കാല് തലോടി കൊടുക്കുക, വീശിക്കൊടുക്കുക, ചന്ദനം പൂശുക, പൂമാലകൾ കെട്ടി ഭഗവാന്റെ കഴുത്തിൽ അണിയുക, തലമുടി വേണ്ട പോലെ കെട്ടിക്കൊടുക്കുക, ഭഗവാനെ കുളിപ്പിക്കുക, ഭക്ഷണം കൊടുക്കുക. ഇങ്ങനെ ഭഗവാന് എന്തൊക്കെ ദാസ്യപ്രവൃത്തി ചെയ്യണോ അതൊക്കെ ആ പത്നിമാര് വേണ്ടതുപോലെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദശമസ്കന്ധത്തില് പാരിജാതഹരണ നരകവധം എന്നു പേരുള്ള ഈ 59-ാമത്തെ അധ്യായം നമ്മൾ സമർപ്പിക്കുന്നത്. നാളെ കർഹിച്ചിത്തധ്യായം, രുക്മിണി ശ്രീകൃഷ്ണ സംവാദത്തിന്റെ പ്രണയകലഹത്തിന്റെ കഥ, അത് നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇപ്പോ ഭഗവത്പാദങ്ങളെ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം, നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം, ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം, ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം.
ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.